ചേട്ടാ, CPM പ്രവർത്തകർക്ക് പൊതുവെ ഈ വനിതകളെ അല്ലെങ്കിൽ സ്ത്രീകളെ അധിക്ഷേപിക്കുന്നതിൽ കുപ്രസിദ്ധരാണ്. മരിച്ചുപോയ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മൻ ഒരു പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. അതായത് IHRD പ്രിൻസിപ്പൾ ആയിരുന്ന അല്ലെങ്കിൽ അഡീഷണൽ ഡയറക്ടർ ആയിരുന്ന നന്ദകുമാർ സോഷ്യൽ മീഡിയയിലൂടെ അവരെ അധിക്ഷേപിച്ചതായി ഒരു പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. അതിനിപ്പോൾ ഒരു തുടർ നടപടി വന്നിരിക്കുന്നു. IHRD സ്ഥാനത്ത് നിന്നും അഡീഷണൽ ഡയറക്ടർ സ്ഥാനത്ത് നിന്നും നന്ദകുമാറിനെ നീക്കം ചെയ്തതായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ CPM പ്രവർത്തകർക്ക് ഈ വനിതകളെ അധിക്ഷേപിക്കാനുള്ളതിൻ്റെ ഒരു ധൈര്യം, അല്ലെങ്കിൽ ഇവർക്ക് ശരിക്കും അധികാരമുണ്ടോ ഈ വനിതകളെ ഇത്രമേൽ ഉപദ്രവിക്കാൻ? അല്ല, ഈ ഭരണത്തിലിരുന്നപ്പോൾ CPM എന്തെല്ലാം വൃത്തികേടുകൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ കാര്യങ്ങളാണ് ഇപ്പോൾ ഓരോ ഇൻസിഡൻ്റ് ആയിട്ട് പുറത്തു വരുന്നത്. ഇപ്പോൾ ആലപ്പുഴയിലെ ഗൺമാന്മാരുടെ രക്ഷാപ്രവർത്തനം, അതുപോലെ തന്നെ നവീൻ ബാബുവിൻ്റെ കുടുംബത്തോട് കാണിച്ച അനീതി, അങ്ങനെ ഓരോ കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിക്കൽ, ഇങ്ങനെ ഓരോ വിഷയങ്ങളുണ്ട്. ഭരണത്തിൻ്റെ തണലിൽ അധികാരമുണ്ടെന്ന അഹങ്കാരത്തിൽ എന്തും ചെയ്യാം, ആരെയും അധിക്ഷേപിക്കാം, എന്തും ചെയ്യാം എന്ന് CPM അണികളും ചില CPM സഖാക്കളും ശ്രമിച്ചതിൻ്റെയും ചെയ്തതിൻ്റെയും ഫലങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ ഉമ്മൻചാണ്ടിയുടെ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മനെതിരെ വളരെ മോശം ഭാഷയിലായിരുന്നു IHRD ഉദ്യോഗസ്ഥൻ, അദ്ദേഹം മുൻ സെക്രട്ടേറിയറ്റിലെ മുൻ ഉദ്യോഗസ്ഥനും കൂടെ ആയിരുന്നു, CPMന്റെ ഭരണത്തണലിൽ വീണ്ടും നിയമനം ലഭിച്ചു വന്നതാണ്. വളരെ മോശമായ ഭാഷയിലായിരുന്നു ഒരു ഫേസ്ബുക്കിൽ ഒരു കമന്റ് ഇട്ടത്. അച്ചു ഉമ്മന്റെ ജോലിയുമായി ബന്ധപ്പെടുത്തി, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി വലിയ അഴിമതി നടത്തിയെന്നും അതിന്റെ പണം മുഴുവൻ ഉപയോഗിച്ച് അച്ചു ഉമ്മൻ വലിയ ബിസിനസ് നടത്തുകയാണെന്നും അവരുടെ ജോലി ഇതാണെന്നും അവരുടെ വസ്ത്രം, അവരുടെ ബാഗ്, ഇതെല്ലാം പറഞ്ഞായിരുന്നു ഒരു പോസ്റ്റ് ഇട്ടത്. ഈ പോസ്റ്റിനെതിരെ അന്ന് 2023 തന്നെ അച്ചു ഉമ്മൻ DGPക്ക് ഒരു പരാതി കൊടുത്തിരുന്നു. ഈ പരാതിയിൽ എന്താണ് എടുത്തത്? ജാമ്യം ലഭിക്കാവുന്ന നിസ്സാര വകുപ്പുകൾ ഇട്ടൊരു കേസെടുത്തു. കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയുടെ മകളെ അധിക്ഷേപിച്ചു എന്നു, സാധാരണക്കാരായ സ്ത്രീകളെ അധിക്ഷേപിച്ചു എന്നുള്ളതല്ല, മുൻ മുഖ്യമന്ത്രിയുടെ മകളെ അത്ര മോശമായ ഭാഷയിൽ അപമാനിക്കുന്ന പോസ്റ്റ് ഇട്ടപ്പോൾ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പിട്ട് നിസ്സാര വകുപ്പുകൾ ചുമത്തി ഒരു കേസെടുത്തു, പൂജപ്പുര സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ജാമ്യം നൽകി വിട്ടയച്ചു. ഇതല്ലാതെ മറ്റൊരു നടപടിയും ഉണ്ടായില്ല. പിന്നീട് ഉള്ളത് ഫേസ്ബുക്കിൽ ഒരു ക്ഷമാപണ കുറിപ്പ് ഇട്ടു. ഞാൻ ഒരു വ്യക്തിയും അധിക്ഷേപിക്കാൻ ഉദ്ദേശിച്ചില്ല എന്നൊരു ക്ഷമാപണ കുറിപ്പിട്ടു. ഇത്രയും മതിയോ ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾക്കും അതുപോലെ തന്നെ മറ്റുള്ളവരെ അപമാനിക്കുന്ന തരത്തിലുള്ള ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിൽ ഇരുന്ന പോസ്റ്റിന് നടപടി എന്നുള്ളൊരു ചോദ്യമായിരുന്നു ഉണ്ടായിരുന്നത്. കൃത്യമായി ഭരണം മാറി UDF സർക്കാർ വന്നപ്പോൾ ഓരോ പരാതികളായി ചെകഞ്ഞെടുത്ത് നടപടി സ്വീകരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അദ്ദേഹത്തെ ഒഴിവാക്കിയത്, IHRDയിൽ നിന്ന് പുറത്താക്കി. കാരണം ഭരണം മാറി, ഇനി കോൺഗ്രസ് തീരുമാനിക്കും, അല്ലെങ്കിൽ UDF തീരുമാനിക്കും ആരൊക്കെ എവിടെയൊക്കെ ഇരിക്കണം. ഇനി കണക്ക് പറയേണ്ട സമയങ്ങളാണ്. ഉമ്മൻചാണ്ടിയുടെ മകളെയാണ് അധിക്ഷേപിച്ചത്. ഒരിക്കലും ഒരു കോൺഗ്രസ്സുകാരനോ ഒരു UDFകാരനോ സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ എണ്ണി കണക്കും പറയേണ്ടി വരും. അതിന്റെ തുടക്കമാണ് ഇപ്പൊ ഈ സ്ഥാനചലനം. ഇനി മറ്റ് കേസുകൾ ഘടിപ്പിക്കുമോ, ഇയാളെ വീണ്ടും അറസ്റ്റ് ചെയ്യുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം വരും ദിവസങ്ങളാണ് അറിയേണ്ടത്. ഈ മരണശേഷം ഉമ്മൻചാണ്ടി ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെട്ട ഒരാളാണ്. അതിൽ ഏറ്റവും കൂടുതൽ രൂക്ഷമായി അദ്ദേഹത്തെ വിമർശിച്ച ഒരു വിഭാഗമുണ്ട്, CPM സൈബർ ഹാൻഡിലുകൾ. ഈ CPM സൈബർ ഹാൻഡിലുകൾ ഈ കടന്നലുകളെ അടക്കി നിർത്താൻ ഈ നമ്മുടെ ഇപ്പോൾ പോലീസിലെ സൈബർ സെല്ലുകൾക്ക് എന്തുകൊണ്ടാണ് ഇവർ വിമുഖത കാണിക്കുന്നത്, അല്ലെങ്കിൽ മടി കാണിക്കുന്നത്? അതായത് ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്നപ്പോൾ ഉമ്മൻചാണ്ടി വലിയ ജനകീയ നേതാവൊക്കെ ആയിരുന്നു. പക്ഷെ അദ്ദേഹം മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ വിലാപയാത്ര തിരുവനന്തപുരം മുതൽ പുതുപ്പള്ളി വരെ പോയപ്പോൾ ഒരു കാഴ്ചയുണ്ട്. അതിലേക്ക് ഒഴുകി വന്ന ജനക്കൂട്ടമുണ്ട്. ആ ജനക്കൂട്ടം തെളിയിക്കുന്നതാണ് ആരായിരുന്നു ഉമ്മൻചാണ്ടി. അദ്ദേഹത്തിന്റെ കല്ലറയിൽ എഴുതി വെച്ചിരിക്കുന്നത് പോലെ സത്യമായും ഈ മനുഷ്യൻ നീതിമാനായിരുന്നു എന്ന് തെളിയിക്കുന്നതായിരുന്നു ആ ജനക്കൂട്ടം. ആരും ആഹ്വാനം ചെയ്തിട്ടല്ല, ആരും പറഞ്ഞിട്ടല്ല. ഈ ഉമ്മൻചാണ്ടി ഒരു നോക്ക് കാണാൻ വേണ്ടി മാത്രം ഈ ജനം ഒഴുകിയെത്തി എന്നുള്ള അതാണ് CPMനെ ഭയപ്പെടുത്തിയത്. കാരണം ഇത്രത്തോളം ജനകീയത ആ നേതാവിന് ഉണ്ടായിരുന്നു എന്ന് CPM അപ്പോഴാണ് മനസ്സിലാക്കിയത്. സാധാരണ CPM നേതാക്കൾ ഇപ്പൊ EK നായനാരുടെ വിലാപയാത്ര നടന്നു, VSന്റെ വിലാപയാത്ര നടന്നു. ഈ സമയത്ത് ജനം എത്തിയിട്ടുണ്ട്. അപ്പോഴും വന്നതാരാണ്? കൂടുതലും പാർട്ടിക്കാരാണ്, CPMകാരാണ്. CPM അംഗങ്ങളും അണികളുമാണ് അവരുടെ നേതാവിനെ കാണാൻ വന്നത്. ഇതുപോലെ പൊതുജനമല്ല ഒഴുകിയെത്തിയത്. CPMനെ പോലെ ഒരു കേഡർ സംവിധാനമോ അല്ലെങ്കിൽ അണികളോ ഒന്നുമുള്ള പാർട്ടിയല്ല കോൺഗ്രസിന് കൃത്യമായ ഒരു സംഘടനാ ചട്ടക്കൂട് പോലും ഇല്ല. ഒരു ജനാധിപത്യ പാർട്ടിയാണ്. അതെ, ഒരു ജനക്കൂട്ടം മാത്രമായിട്ടാണ്. കാരണം അല്ലാതെ കൃത്യമായി ബ്രാഞ്ച് കൂടുക, KPCC യോഗം പോലും കാര്യമായി നടക്കാത്ത ഒരു സംഘടനാ സംവിധാനമാണ് കേരളത്തിൽ കോൺഗ്രസിനുള്ളത്. അപ്പൊ അവിടെ ഒഴുകിയെത്തിയത് കോൺഗ്രസ്സുകാരല്ല, ജനങ്ങളായിരുന്നു. ആ ജനം വന്ന ഉമ്മൻചാണ്ടിക്ക് ഇത്ര ആദരവ് അർപ്പിച്ചപ്പോൾ CPMന്
എമ്മിന് സഹിക്കാൻ കഴിയുന്നില്ല ഇത്രയ്ക്കോ ജനകീയത. ആ ജനകീയതയുടെ പേരിലാണ് ഉമ്മൻചാണ്ടിയെയും ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തെയും സൈബർ ഹാൻഡിലുകളിൽ ഇത്രത്തോളം അപമാനിക്കുന്നത്. എന്തൊക്കെയാണ് പറഞ്ഞത്? അച്ചൂമ്മൻ ഒരു ജോലി ചെയ്യുന്നു, ആ ജോലിയുടെ ഭാഗമായി ധരിക്കുന്ന വസ്ത്രങ്ങൾ, അതിന്റെ വില, ഇതെല്ലാം ഉമ്മൻചാണ്ടി നടത്തിയ അഴിമതിയിൽ നിന്നുണ്ടാക്കിയ പണമാണ് എന്തെല്ലാം പ്രചരണങ്ങളായിരുന്നു. ചാണ്ടി ഉമ്മൻ അവിടെ മത്സരിക്കാൻ പോയപ്പോൾ എന്തെല്ലാം പ്രചരണങ്ങളായിരുന്നു. ഇതിനെല്ലാം ഈ സൈബർ ഹാൻഡിൽ നടത്തുന്ന ഈ പ്രചരണങ്ങൾക്കെല്ലാം എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ എന്ന് ഒരു ഘട്ടത്തിലും പരിശോധിച്ചില്ല. പിന്നെ ജനങ്ങൾക്കറിയാം ഉമ്മൻചാണ്ടി ആരായിരുന്നു, ഉമ്മൻചാണ്ടി ജനങ്ങൾക്ക് വേണ്ടി എന്തായിരുന്നു, കോൺഗ്രസിന് വേണ്ടി എന്താണ് ചെയ്തത്. അതുകൊണ്ടാണ് ജനങ്ങൾ പോലും ഈ പ്രചരണം ഏറ്റുപിടിക്കാത്തതും ഈ പ്രതികരണങ്ങൾ ഉണ്ടാവുമ്പോൾ കൈയടിക്കുന്നതും. അത് മാത്രമല്ല, ഇപ്പൊ ഈ സ്ത്രീ അധിക്ഷേപങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീ അധിക്ഷേപങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കുപ്രസിദ്ധി ഏറിയിട്ടുള്ള ഒരു പാർട്ടി CPM. ഇപ്പോൾ അവരുടേതായിട്ടുള്ള വനിതാ സഖാക്കളെ പോലെ ഇവർ പൊതുനിരത്തിൽ അപമാനിച്ചിട്ടുണ്ട്. MG യൂണിവേഴ്സിറ്റിയുടെ മുന്നിൽ നടന്ന സംഭവങ്ങളൊന്നും മറന്നു കാണില്ലല്ലോ. അന്ന് SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന PM മാർഷോ സഹ പ്രവർത്തക അല്ലെങ്കിൽ സഹ വിദ്യാർത്ഥിനിയായ അല്ലെങ്കിൽ ആ ഒരു മറ്റു ASFയിലെ വനിതാ പ്രവർത്തകയാണ് മുറ്റത്തിട്ട് മർദ്ദിച്ചതും അവരെ കണ്ണ് പൊട്ടുന്ന തെറി പറഞ്ഞതും. ഇതിനെയൊന്നും വിലപിക്കാനോ അല്ലെങ്കിൽ ഇതിനെ ഒന്ന് തിരുത്തി കുറിക്കാനോ CPMന്റെ നേതൃത്വം തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. അല്ല, തയ്യാറാകുന്നതല്ല. CPMന്റെ നേതൃത്വം അറിഞ്ഞാലും ഇത് തന്നെയാണ്. കേരളത്തിൽ എത്ര സ്ത്രീകൾക്കെതിരെ ഇത്തരം മോശം പരാമർശം ഉണ്ടായിരുന്നു. ഇവിടെ കേരളത്തിൽ കണ്ട ഒരു സ്ത്രീകളുടെ ഒരു സമരമായിരുന്നു പെമ്പിള ഒരുമ സമരം. ആ സമയത്തെ CPMന്റെ ഒരു സമ്മേളന നേതാവ് എന്താണ് പറഞ്ഞ് വിശേഷിപ്പിച്ചത്? കുറ്റിക്കാട്ടിൽ നടന്നതൊന്നും പറയിക്കണ്ട എന്നാണ് M.M. മണി ആ സമരത്തെ വിശേഷിപ്പിച്ചത്. ആശമാരുടെ സമരത്തെ എത്രത്തോളം മോശമായ ഭാഷയിലാണ് വിമർശിച്ചത്. 266 ദിവസം അവർ അവിടെ കിടന്നിട്ട് ഒരു ദിവസം തിരിഞ്ഞു പോലും നോക്കിയല്ലോ. കേരളത്തിലെ ഏറ്റവും സാധാരണക്കാരായ പാവപ്പെട്ട സ്ത്രീകളല്ലേ ആശമാർ, അവരെ പോലും തിരിഞ്ഞു നോക്കിയില്ല. ഇത് തന്നെയാണ് എല്ലാ കാര്യത്തിലും. നമ്മൾ ആന്തൂർ സാജന്റെ ഭാര്യയെ കുറിച്ച് എന്താണ് ഇവരെ ദേശാഭിമാനി പത്രത്തിൽ എഴുതി വെച്ചത്? അപ്പോൾ തങ്ങൾക്കെതിരായി നിൽക്കുന്ന, തങ്ങളുടെ ആശയങ്ങൾക്കെതിരായി അല്ലെങ്കിൽ തങ്ങളുടെ സർക്കാരിനെതിരായി, തങ്ങളുടെ ചിന്താഗതിക്കെതിരായി, തങ്ങൾ എന്തെങ്കിലും നടത്താൻ പോകുന്ന പദ്ധതിക്കെതിരായി എല്ലാം എതിരെ നിൽക്കുന്ന ആരായിരുന്നാലും, സ്ത്രീ ആയിരുന്നാലും പുരുഷനായിരുന്നാലും യാതൊരു ദാക്ഷിണ്യവും ഇല്ലാതെ CPM ആക്രമിക്കുമെന്നുള്ളതാണ്. ഈ ഓരോ സ്ഥാനാർത്ഥികൾക്കെതിരെ നമ്മൾ കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ കായംകുളത്ത് മത്സരിച്ച അരിതാ ബാബുവിനെതിരെ എന്താണ് പ്രചരണം നടത്തിയത്? ഓരോരുത്തർക്ക് ഇപ്പം ഫാത്തിമ തഹ്ലിയക്കെതിരെ ഏത് രീതിയിലാണ് പ്രചരണം നടത്തിയത്? കുട്ടി എന്നുള്ള രീതിയിലുള്ള പ്രചരണമായിരുന്നു. തങ്ങളുടെ കാര്യം നടക്കുക, തങ്ങൾക്കോട്ട് കിട്ടുക, തങ്ങളുടെ ഉദ്ദേശിക്കുന്നത് നടക്കുക. ആ നടത്താൻ വേണ്ടി എന്ത് നെറുകേടും ചെയ്യും CPM. ആ നെറുകേടുകളെ സോഷ്യൽ മീഡിയയിലൂടെയും കൃത്യമായി സൈബർ സഖാക്കളെ ഉപയോഗിച്ച് അത് സത്യമാണെന്ന്, വ്യാജ പ്രചരണമാണെങ്കിൽ പോലും ആവർത്തിച്ച് അത് പറഞ്ഞ് അത് സത്യമാണെന്ന് തെളിയിക്കുകയും ചെയ്യും. പക്ഷെ അതിനെല്ലാം കൃത്യമായി കണക്കുകൾ ഇനി പറയേണ്ടി വരും. കാരണം പക്ഷേ അപ്പോഴും പറയുന്നത് തങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വനിതകളെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന പാർട്ടിയാണ് CPM. അല്ലെങ്കിൽ ആ വനിതാ സഖാക്കളെ എല്ലാം ഒരുമിച്ച് അവരുടെ സ്വന്തം കൂടപ്പിറപ്പുകൾ അല്ലെങ്കിൽ സ്വന്തം പെങ്ങളെ പോലെ കാണുന്ന ഏറ്റവും സ്ത്രീ സൗഹാർദ്ദമുള്ള ഒരു പാർട്ടിയാണ് CPM എന്നാണ് പറയുന്നത് പൊതുവെ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പാർട്ടിക്കുള്ളിൽ നിന്ന് പാർട്ടി സഖാക്കളുടെ പേരിൽ വനിതകൾ പരാതി കൊടുത്ത് എത്ര സഖാക്കൾക്കെതിരെ CPM നടപടിയെടുത്തിട്ടുണ്ട്. പി ശശി എന്തിനാണ് പുറത്താക്കിയത്? ഒരു സ്ത്രീയോട് മോശമായി പെരുമാറിയതിനാണ്. വൈശാഖൻ എന്തിനാണ് പുറത്തായത്? അതുപോലെ തന്നെ നമ്മുടെ PK ശശി എന്തിനാണ് അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തത്? ഗണേഷ് കുമാറിനെ ചുമന്നുകൊണ്ട് നടന്നില്ലേ? ഇത്തവണ ഇലക്ഷൻ വരെയും ചുമന്നുകൊണ്ട് നടന്നു. ഇങ്ങനെ ഇത്രയും തന്നെയാണ്. ഇതെല്ലാം സ്ത്രീകൾക്കൊപ്പം എന്ന് പറച്ചിൽ മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന നടപടികളെല്ലാം സ്വീകരിച്ചു എന്ന് പറഞ്ഞിട്ട് അവരാരെങ്കിലും പാർട്ടിയിൽ നിന്ന് പുറത്തു പോയോ? അല്ലല്ലോ. പി ശശിയൊക്കെ പോയതിനേക്കാൾ ഇരട്ടി വേഗത്തിലാണ് തിരിച്ചു വന്നത്. പി ശശിക്കെതിരെ പരാതി കൊടുത്ത ആളിപ്പോഴും CPMന്റെ ആക്രമണം സഹിച്ച് വീട്ടിലിരിക്കുകയാണ്. അതാണ് ഇവിടുത്തെ വ്യത്യാസം. ഓരോരുത്തരും ഇരയായവരെ അല്ല സംരക്ഷിക്കുന്നത്, വേട്ടക്കാരെ സംരക്ഷിക്കുകയും എന്നിട്ട് ഞങ്ങൾ ഇരയ്ക്കൊപ്പം ആണെന്ന് പറയുകയും ചെയ്യുന്നു. ഇതാണ് ഇരട്ടത്താപ്പ്. ഈ ഇരട്ടത്താപ്പ് ഇനി എത്ര കാലം CPMന് തുടരാൻ കഴിയുമെന്നുള്ളതാണ്. കാരണം ജനം ചോദിച്ചു തുടങ്ങി. ജനം ചോദിക്കുന്നു, ജനം ഇതെല്ലാം കാണുന്നുണ്ട്, അവരത് പ്രതികരിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ പ്രതികരണമാണ് 103 സീറ്റ് UDF കൊടുത്തുകയും 35 സീറ്റിൽ ഒതുക്കി മൂലക്കിരുത്തുകയും ചെയ്തത്. അത് ഇനിയെങ്കിലും CPM മനസ്സിലാക്കണം.